പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം തിരുവചനം. ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക. ദൈവത്തിൽ നിന്നും ദിവ്യകൂദാശകളിൽ നിന്നും അകന്നു ജീവിച്ച നിമിഷങ്ങളെ പ്രതി പശ്ചാത്തപിക്കുവാൻ കർത്താവ് ഇന്നിതാ ഒരവസരം നമുക്കായി ഒരുക്കുകയാണ്. അകന്നുപോയവരെ തള്ളിക്കളയുന്ന ദൈവമല്ല നമുക്കുള്ളത്. അവരോട് കർത്താവ് ഇപ്രകാരം സംസാരിക്കും: നീ എൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക. ഒരു തിരിച്ചുവരവ് നമുക്കും ആവശ്യമല്ലേ? നമ്മുടെ തിരിച്ചുവരവും കാത്ത് ആഗ്രഹത്തോടെ കാത്തു നിൽക്കുന്ന ഒരമ്മയെപ്പോലെ ഈശോയും പടിവാതിൽക്കൽ നമുക്കായി കാത്തു നിൽക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ നിന്നും മനഃപൂർവ്വം അകന്നു നിന്ന നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഒന്ന് തിരിച്ചു വരുവാൻ നമുക്കും പരിശ്രമിക്കാം. നമ്മുടെ തിരിച്ചുവരവിനായി ഈശോ ഇന്നും കാത്തു നിൽക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.